guys, welcome back to Detox. Guys, അപ്പോൾ ഇന്നത്തെ challenge detective challenge. Guys, അപ്പോൾ എന്തായാലും ഇന്നത്തെ ചലഞ്ച് ഡിറ്റക്റ്റീവ് ചലഞ്ച് മനസ്സിലായിട്ടില്ല എന്ന് മനസ്സിലായി. മനസ്സിലാവാനായിട്ട് ഞാൻ എക്സാമ്പിൾ പറയാം. നമ്മൾ നേരത്തെ നമ്മുടെ മെഹുലിനെ കൊണ്ടുവന്നില്ലേ, മെഹുൽ വീണ്ടും വന്നിട്ടുണ്ട്. അവൻ തിരിച്ചു വന്നിട്ടുണ്ട്. കുറച്ച് കേസൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആ കേസെല്ലാം നമ്മൾ തെളിയിച്ചു കൊടുക്കാൻ പോവാണ്. അവന് മുന്നേ നമ്മൾ തെളിയിക്കും. അവനൊക്കെ മുമ്പേ നമ്മൾ തെളിയിക്കും. അതെ അതെ, അവൻ മണ്ടൻ, അവൻ പൊട്ടൻ പോലെയാ. ഗൈസ്, അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു കേസും കാര്യങ്ങളൊക്കെ നമുക്ക് തെളിയിച്ചു കൊടുക്കാം. ഓക്കെ, മെഹുലും സത്യം പറഞ്ഞ ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. ഇടയ്ക്ക് ഇങ്ങനെ വരും, നമുക്ക് കുറച്ച് കേസ് തെളിയിക്കാൻ പറയും, തെളിയിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. മെഹുൽ കണ്ണു തുറന്നപ്പോൾ അവൻ ഒരു മുറിക്കുള്ളിലായിരുന്നു. 4 ചുറ്റും സാധനങ്ങളായിരുന്നു അവിടെ. ഇതേതാണ് ഈ സ്ഥലം? ഞാനിവിടെ എങ്ങനെയാ എത്തിയത്? അപ്പോഴാണ് മെഹുലിന് ഓർമ്മ വന്നത്. രാത്രി മെഹുൽ ഓഫീസിലേക്ക് പോകുന്ന വഴി വൃദ്ധനായ ഒരാളെ റോഡ് ക്രോസ് ചെയ്യുവാൻ സഹായിച്ചിരുന്നു എന്ന കാര്യം. പക്ഷേ അയാൾ മെഹുലിന്റെ മുഖത്ത് എന്തോ സ്പ്രേ ചെയ്തതും മെഹുലിന്റെ ബോധം നഷ്ടപ്പെടുന്നു. അയാൾ ശരിക്കും വൃദ്ധനായിരുന്നില്ല. അയാൾ എന്നെ കിഡ്നാപ്പ് ചെയ്യുവാനുള്ള പ്ലാനുമായിട്ടാ വന്നത്. മെഹുലിന് എങ്ങനെയാണ് മനസ്സിലായത് അയാൾ വൃദ്ധനല്ല എന്ന്? നന്നായി ചിന്തിക്കൂ, എന്നിട്ട് നിങ്ങളുടെ ഉത്തരം കമന്റായി എന്നോട് പറയൂ. ഒരു വൃദ്ധൻ എങ്ങനെ അവരെ ബോധം കെടുത്തിട്ട് എടുത്തോണ്ട് ഒറ്റയ്ക്ക് കൊണ്ടുപോയി? വൃദ്ധൻ എന്നാണ് പറഞ്ഞത്, വയസ്സായ ആള്. മനസ്സിലായി, പറയട്ടെ, ഞാൻ പറഞ്ഞു നിർത്തോട്ടെ. അവനിപ്പോ ഇവിടെ കൊണ്ടുപോയിടണമെന്നുണ്ടെങ്കിൽ ഒരു ആരോഗ്യമുള്ള ഒരാളായിരിക്കണം അവനെ അവിടെ കൊണ്ടുപോയിടാൻ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ വൃദ്ധനല്ലാന്ന് മനസ്സിലാക്കിണ്ടാവും. വൃദ്ധൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരോഗ്യം കുറഞ്ഞിട്ടുണ്ടാവും. നല്ല ഇപ്പൊ തന്നെ ഉദാഹരണത്തിന് മമ്മൂക്ക കുറച്ച് ഇതാണേലും യങ് ആണ്, പുള്ളിക്ക് ഇപ്പോഴും നല്ല ഇതുണ്ട്. എന്നാ പിന്നെ ഉത്തരം ബ്രോയ്ക്ക് വല്ല ഉത്തരം ഉണ്ടോ? എന്റെ ഉത്തരം അതാ. ബ്രോയ്ക്ക് എന്താ ഉള്ളത്? ഡ്രസ്സിംഗ് സ്റ്റൈൽ. പിന്നെ പുള്ളി ടീഷർട്ട് ഇട്ടുണ്ടല്ലോ. അതാ വല്യപ്പന്മാർക്ക് ഇടാൻ പറ്റത്തില്ലേ? അതെന്താ ബ്രോ അങ്ങനെയൊക്കെ പറഞ്ഞു കളഞ്ഞേ? ഡ്രസ്സിംഗ് സ്റ്റൈലാ? എനിക്ക് മനസ്സിലായെന്ന് പറയുകയാണെങ്കിൽ പുള്ളിയുടെ വൃദ്ധനല്ലാന്നുള്ള സംഭവം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരന്റെ പിരികം ബ്ലാക്കും മറ്റേത് മീശയും ഇതും വെള്ളയുമാണ്. മെഹുലിന് ആ വൃദ്ധനെക്കുറിച്ച് ഓർമ്മയുണ്ടായിരുന്നു. അയാളുടെ തലമുടി നരച്ചിരുന്നു, പക്ഷേ അയാളുടെ ഐബ്രോസ് കറുത്തതായിരുന്നു, കൈയിലെ രോമങ്ങളും കറുത്തതായിരുന്നു. ഇത്ര ബുദ്ധിയൊന്നും നടക്കില്ല. ഇത്ര ബുദ്ധിയൊന്നും ഈ വീഡിയോ മുമ്പ് കാണാനുണ്ടോ? ഇതൊക്കെ കോമൺ സെൻസ് മതി. ആ ഫോട്ടോയിൽ തന്നെ ഉണ്ട് അതിനകത്തുള്ള വ്യത്യാസം. ബ്രോ പോയിന്റ് ഇട്ടോ, പക്ഷെ ഇതിനകത്ത് മൈനസ് ഇല്ല. വേണമെങ്കിൽ ഒരു 10 പോയിന്റ് ഇപ്പോഴും ഇട്ട് വെച്ചു. ബ്രോ എന്താ ബ്രോ പറ്റിയ? ബ്രോയ്ക്ക് ഇതൊന്നും കണ്ടുപിടി. കാഴ്ച ശക്തി ഇല്ലല്ലേ, കുഴപ്പമില്ല. ബ്രോ കണ്ണട ഓ എന്തിന് അന്തനെപ്പോലെ ഇരിക്കാന്. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. ഈ കിഡ്നാപ്പർ നല്ല സ്മാർട്ട് ആയിരുന്നു. ഇയാൾ എന്തിനായിരിക്കും എന്നെ കിഡ്നാപ്പ് ചെയ്തത്? ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. ഞാനിത് എവിടെയാണോ എന്തോ. മെഹുൽ തന്റെ കെട്ടഴിക്കുന്നു, എന്നിട്ട് അവിടെയെല്ലാം നോക്കുന്നു. എന്നിട്ട് മനസ്സിലാക്കുന്നു പുറത്ത് കടക്കുവാനുള്ള താക്കോൽ എവിടെയാണെന്ന്. ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുമോ മുറിയിൽ നിന്ന് പുറത്ത് കടക്കുവാനുള്ള താക്കോൽ എവിടെയാണെന്ന്? നന്നായി ചിന്തിക്കൂ ലോജിക്കൽ ആർമി. നമ്മൾ തന്നെ അതിന്റെ താക്കോലില്ല, അത് മറ്റേ തുറന്ന് ചെയ്യുന്ന സംഭവമാണ്. അത് ഓൾറെഡി തുറന്നിരിക്കണം. ശരിയാണല്ലോ, ഇയാള് പൊട്ടനാണോ മെഗുല്? അല്ലടാ, ഇത് തുറന്ന് കടന്നു, പക്ഷെ അപ്പൊ അതിന്റെ താക്കോൽ എവിടെയാണ്? അടച്ചിട്ട് പോയ എന്ത് കള്ളം ഇയാളോട് പറഞ്ഞ? ബ്രോ ഇതിപ്പോ പുള്ളി നമ്മളോട് ചോദിക്കും, ഇത് തുറന്നിട്ടിരിക്കുന്നതിന് ഇത് അടങ്ങി ചെയ്യേണ്ട കാര്യമില്ല, താക്കോല് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. അങ്ങനെയൊന്നും പറയില്ല. അങ്ങനെയൊക്കെ പറയാൻ മെഗുല ആരാന്നാ വിചാരം? അത് ഓൾറെഡി തുറന്നു കിടക്കാണ്, ആ ഷെൽഫിൽ ഇരിക്കുന്നുണ്ട്. അല്ല പിന്നെ എന്തിനു പറയാനായത്? ഇവിടെ താക്കോലിന്റെ ആവശ്യം എന്താണ്? മുറി തുറന്നു കിടക്കുകയാണല്ലോ. മെഹുൽ പെട്ടെന്ന് തന്നെ മുറിക്ക് പുറത്ത് കിടക്കണം. ഇതേതാണ് സ്ഥലം? എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പുറത്തു കടക്കണം. അപ്പോൾ എതിരെ നിന്ന ആലിയ കയ്യിൽ തോക്കുമായി അവന്റെ നേർക്ക് വരുന്നു. പിന്നാലെ ആദിയുമുണ്ട്, അവന്റെ കയ്യിലും തോക്കുണ്ട്. മെഹുലിന് അവരെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അത് യഥാർത്ഥ ആദിയും ആലിയയും അല്ലെന്ന്. എങ്ങനെയാണ് ലോജിക്കൽ ആർമി? മെഹുലിന് എങ്ങനെയായിരിക്കും അത് മനസ്സിലായത്? മനസ്സിലാവാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗേളിന്റെ ഹാൻഡ് ബാഗ് ഫ്രണ്ടിലോട്ടൊക്കെ ഇട്ടേക്കണത്. എന്താ ഹാൻഡ് ബാഗ് ഫ്രണ്ടിലോട്ടോട്ട് അതുകൊണ്ട് അവളല്ലാന്ന് മനസ്സിലാവും. അത് മറ്റേ ആലിയ ബാക്കിലേക്ക് ഇടുന്ന ഉറപ്പുണ്ടായിരുന്നാ? മറ്റേ ആലിയനെ കണ്ടോ? എനിക്ക് മനസ്സിലായില്ല എന്താണ് ഇതിനകത്ത് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഇയാളുടെ പുറകെ 2 ഷാഡോ കണ്ടോ? ആ ഷാഡോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ 2 ഷാഡോ കണ്ടിട്ടാണ് ആള് പറഞ്ഞത്. ശരിയായിട്ടില്ല, കാരണം മെഹുലിന്റെ ആണോ? ആ ശരി, അടി കിട്ടിയില്ല. മറ്റേ അടി കിട്ടിയിട്ട് അതാണ് ഇങ്ങനെ 2 ആൾക്കാർ. നിനക്ക് സത്യം പറഞ്ഞ തലക്കോളാന്നാ പറയുന്നത് മെഹുലേ. ആ ബാക്കിലെ ഷാഡോ കണ്ടിട്ടായിരിക്കും പറഞ്ഞത്. 2 ആളുടെ ഷാഡോ കണ്ടിട്ടായിരിക്കും പറഞ്ഞത്.
രണ്ടുപേരെയും നന്നായി നോക്കൂ. രണ്ടുപേരുടെയും ഫേസിൽ ഒരു എക്സ്പ്രഷനും ഇല്ല. സ്റ്റാറ്റിക് ഫേസ് ആണ്. കണ്ണ് ചിമ്മുന്നുമില്ല. ആലിയയ്ക്ക് 3 ചെവിയുണ്ട്. ആദിക്ക് 4 കൈയും. അതെങ്ങനെ പോസിബിൾ ആകും? അതായത് അത് ക്ലോൺസ് ആണ്, മനുഷ്യരല്ല. മെഹുൽ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ ആദിയും ആലിയയും തോക്കെടുത്ത് വെടിവെക്കുവാനും തുടങ്ങും. ഇവിടെ നിന്ന് പുറത്ത് കടന്നേ മതിയാകും, അല്ലെങ്കിൽ ഇവരെന്നെ കൊല്ലും. അപ്പോൾ മെഹുൽ അവിടെ 3 വാതിലുകൾ കാണുന്നു. ആദ്യത്തെ വാതിലിൽ കെമിക്കൽ ഗ്യാസ് ആണ്. അവിടെ ശ്വാസമെടുത്താൽ മെഹുൽ മരിച്ചു പോകും. രണ്ടാമത്തെ വാതിലിൽ ഒരുപാട് ട്രാപ്പുകളുണ്ട്. അതിൽ കാൽ വച്ചാൽ അമ്പുകളായിരിക്കും എത്തുക. അത് മെഹുലിന്റെ ജീവൻ എടുക്കും. മൂന്നാമത്തെ വാതിലിൽ ഭയങ്കരനായ ഒരു കരടിയുണ്ട്. ചിന്തിക്കൂ ലോജിക്കൽ ആർമി, മെഹുൽ ഏത് വാതിലായിരിക്കും തെരഞ്ഞെടുക്കുകയെന്ന്. അവൻ മറ്റേ ലെഫ്റ്റ് സൈഡിലുള്ള വെന്റിലേറ്ററിന്റെ ഉള്ളിൽ കൂടെ പോകും. അത് ഞാൻ പറയട്ടെ, മറ്റേ ഇത് റൈറ്റ് സൈഡ്, ഏറ്റവും റൈറ്റ് സൈഡ്. കരടി പകലെ കരടി എല്ലാം കിടന്ന് ഉറങ്ങുമായിരിക്കും. വെട്ടം കണ്ടില്ലേ? ഇവിടെ മെഹുൽ ഒരു വാതിലും തെരഞ്ഞെടുക്കില്ല. കാരണം 3 വാതിലിലും മരണം മെഹുലിനെ കാത്തിരിക്കുകയാണ്. മെഹുൽ അവിടെയെല്ലാം നോക്കുന്നു. ഡോറിന്റെ സൈഡിൽ മുകളിലായി ഒരു AC വെന്റിന്റെ ഡോർ തുറന്നു കിടക്കുന്നു. നമ്മൾ ഉദ്ദേശിച്ച മേഖല അല്ലാണ്ട് ഇപ്പൊ എനിക്കറിയാം. പുറത്തു വരുമ്പോൾ മെഹുൽ കാണുന്നത് താനൊരു ലാബിന്റെ പുറത്താണെന്നാണ്. എന്നെ എന്തോ എക്സ്പെരിമെന്റിനായിരിക്കണം ഇവർ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നത്. മെഹുൽ മുന്നോട്ട് നടക്കുവാൻ തുടങ്ങുന്നു. പിന്നിൽ നിന്ന് ക്ലോൺ ആലിയയും ആദിയും മെഹുലിനെ ആക്രമിക്കുന്നു. ഇവിടെ നിന്ന് എത്രയും വേഗം രക്ഷപ്പെടണം, ഇല്ലെങ്കിൽ മെഹുലിന്റെ മുന്നിൽ 3 വഴികളുണ്ടായിരുന്നു. ഈ 3 വഴികളിൽ ഒന്ന് തെരഞ്ഞെടുത്തേ മതിയാകും. പക്ഷേ ഏത് വഴിയായിരിക്കും എനിക്ക് സുരക്ഷിതം? ആദ്യത്തെ വഴിയിൽ ബോർഡ് വെച്ചിരുന്നു. മുന്നിൽ നദിയാണ്. രണ്ടാമത്തെ ബോർഡിൽ മുന്നിൽ തീയാണെന്നും എഴുതിയിരിക്കുന്നു. മുന്നിൽ സിംഹമുണ്ടെന്നാണ്. മെഹുൽ 3 ബോർഡുകൾ നോക്കും. എന്നിട്ട് മനസ്സിലാക്കുന്നു ഏത് വഴിയാണ് തെരഞ്ഞെടുക്കേണ്ടതെന്ന്. നിങ്ങൾക്ക് മനസ്സിലായ ലോജിക്കൽ ആർമി? ഞാൻ പറയട്ടെ, രണ്ടാമത്തെ വഴി. കാരണം തീയുണ്ട്. ഇപ്പൊ മഴ പെയ്തോണ്ടിരിക്കുക. അപ്പൊ ആ മഴ പെയ്യുമ്പോഴത്തേക്ക് ആ തീയാണ്. ഇപ്പൊ ആ വഴി പോവാം. അത് തന്നെ. ഇതിപ്പോ എന്താ പറയാനുള്ളത്? രണ്ടാമത്തെ വഴിയിൽ തീയുണ്ട്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചു കാണൂ, മെഹുൽ ഓടുന്ന വഴിയിലെല്ലാം മഴയിൽ നനയുന്നുണ്ടായിരുന്നു. താഴെയെല്ലാം വെള്ളവുമാണ്. അതിനർത്ഥം കുറച്ചു നേരമായി മഴയാണെന്നാണ്. അപ്പോൾ തീ അണഞ്ഞിട്ടുണ്ടാകണം. മെഹുലിന്റെ ഗസ് ഇവിടെ ശരിയായിരുന്നു. മെഹുൽ രണ്ടാമത്തെ വഴിയിലൂടെ പുറത്തു കിടക്കുന്നു. അങ്ങനെ കിഡ്നാപ്പേഴ്സിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുന്നു. നമ്മുടെ മെഹുലിന് ഉറപ്പായും ഒരു ലൈക്ക് കൊടുക്കില്ലേ നിങ്ങൾ? നമുക്ക് അടുത്ത റീഡിലേക്ക് പോകാം. യഷ് ദ ഗോസ്റ്റ് ഹണ്ടർ ഷിംലയിൽ കറങ്ങുവാൻ പോയതായിരുന്നു. അരെ വാ, ഈ വെക്കേഷൻ ഇവിടെ അടിച്ചു പൊളിക്കണം. കുറച്ചു ദിവസത്തേക്ക് ഒരു ഗോസ്റ്റും ഇല്ല. അപ്പോൾ യേഷിന്റെ വീടിന്റെ ബെല്ലടിക്കുന്നു. യേഷ് തന്റെ വീടിന് വെളിയിൽ ഇറങ്ങി നോക്കുന്നു. ഓ നോ, പ്രേതങ്ങൾ എന്റെ പിന്നാലെ ഇവിടെയും എത്തിയോ? യേഷിന് മനസ്സിലാകുന്നു ഏതോ ഗോസ്റ്റ് അവനെ ശല്യപ്പെടുത്തുവാനായി ബെല്ലടിച്ചതാണെന്ന്. ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുമോ ഗോസ്റ്റ് എവിടെയാണ് മറഞ്ഞിരിക്കുന്നതെന്ന്? മുഴുവൻ സീനും നന്നായി ഒബ്സർവ് ചെയ്യൂ. അതിനകത്ത് ആ ചെയർ ഇരിക്കുന്നതിന്റെ അവിടെ പത്രം പിടിച്ചോണ്ടിരിക്കുന്നതാണ് ഗോസ്റ്റ്. കാരണം അവിടെ ചെയറിന് ഇൻവിസിബിൾ ആണല്ലോ. അതന്നെ. യേഷ് പുറത്തേക്ക് നോക്കുമ്പോൾ എല്ലാം നോർമലാണ്. പക്ഷേ ആ ടേബിളിലേക്ക് നോക്കൂ. ഒരു ന്യൂസ് പേപ്പർ മാത്രം വായുവിൽ ഉയർന്നു നിൽക്കുന്നു. യേഷിന് മനസ്സിലാകുന്നു ഗോസ്റ്റ് ന്യൂസ് പേപ്പർ വായിക്കുകയാണെന്ന്. യേഷ് അകത്തേക്ക് പോകുന്നു. എന്നിട്ട് തന്റെ ഗോസ്റ്റ് ഹണ്ടർ ഗൺ എടുക്കുന്നു. പുറത്തെത്തിയപ്പോഴേക്കും ഗോസ്റ്റ് അവിടെ നിന്നും പോയിരുന്നു. നല്ലൊരു അവസരം പോയി, പക്ഷേ ഞാൻ അതിനെ ഉറപ്പായും പിടിച്ചിരിക്കും. യേഷ് ഗോസ്റ്റിനെ തിരഞ്ഞ കുറച്ച് മുന്നോട്ടേക്ക് പോകുന്നു. കുറച്ച് മുന്നിലേക്ക് എത്തിയപ്പോൾ അവിടെ 3 പേർ സംസാരിച്ചു നിൽക്കുന്നതായി കാണുന്നു. അവരെ കണ്ടപ്പോൾ യേഷിന് മനസ്സിലാകുന്നു അതിലൊരാൾ ഗോസ്റ്റ് ആണ്. അതാരായിരിക്കും ലോജിക്കൽ ആർമി? നിങ്ങൾക്ക് ഈ സീൻ നോക്കി പറയുവാൻ സാധിക്കുമോ? 3 പേരും ഗോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മള് വട്ടത്തി ഗോസ്റ്റ് ആകും കേട്ടോ. ഈ ഇവനും മറ്റവനൊക്കെ ഇങ്ങനത്തെ പരിപാടികളെ. ഗോസ്റ്റിന് താടി ഉണ്ടാവില്ല. പിന്നെ നടുക്കത്തെ അവന്റെ കാലിന് എന്തോ ഒരു കുഴപ്പമില്ലെന്ന് നോക്കിയേ. മൂന്നാമത്തെ അവന്റെ കഴുത്തിന്റെ അടിയിൽ റെഡ് കളറിലൊരു സംഭവം ഉണ്ട്. അത് ടീഷർട്ട് അല്ലേ? എനിക്ക് എന്റെ ബലമായ സംശയം അതോടെ അത് കണക്ട് ആയിട്ടില്ലെന്നാണ്. ആ ടീഷർട്ടാ അല്ല, അവൻ തന്നെ അവന്റെ കാൽ ഉറച്ചിട്ടില്ലാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. രണ്ടാമത്തെ ഇട്ടിരിക്കുന്നേ 3 ലെഫ്റ്റ് സൈഡത്തെ ഒന്നാമത്തെ കൈത്തെ എന്തോരു സാധനമാണ് ആ ബാൻഡ് എന്ന് തോന്നുന്നുണ്ട്. ഞാൻ റെഡ് കളർ അത് കണ്ടായിരുന്നു. യഷ് 3 പേരുടെയും കാലുകളിലേക്ക് നോക്കിയപ്പോൾ അതിൽ 2 പേരുടെ കാൽപ്പാടുകൾ മഞ്ഞിൽ പതിഞ്ഞിരുന്നു. പക്ഷേ മൂന്നാമന്റേതില്ലായിരുന്നു. അതെങ്ങനെ പോസിബിൾ ആകും? അതായത് അയാൾ ഗോസ്റ്റ് ആണ്. ഗണ്ണ് ഷൂട്ട് ചെയ്യുവാൻ പോകും, പക്ഷേ ഗൺ ബ്ലോക്ക് ആയിരിക്കുന്നു. ചിലപ്പോൾ കണ്ണുകൊണ്ടാകാം അങ്ങനെ സംഭവിച്ചത്. ഇതെന്താ സംഭവിച്ചത്? സ്നോ കാരണം ഗണ്ണ് ബ്ലോക്ക് ആയിരിക്കുന്നു. ഈ സമയം കൊണ്ട് ഗോസ്റ്റ് അവിടെ നിന്നും രക്ഷപ്പെടുന്നു. ഇത്തവണയും ഗോസ്റ്റ് രക്ഷപ്പെട്ടു. പക്ഷെ അങ്ങനെ രക്ഷപ്പെടുവാൻ കഴിയില്ല അവന്. യഷ് ഗണ്ണിന്റെ ചില സെറ്റിംഗ്സ് ചേഞ്ച് ചെയ്തു. അപ്പോഴേക്കും ഗണ്ണ് ശരിയാകും. അപ്പോൾ ഒരു വീടിനുള്ളിൽ നിന്നും ചില അലർച്ച കേൾക്കുന്നു.
യഷ് ആ വീടിനുള്ളിലേക്ക് എത്തുന്നു. അപ്പോൾ അവിടെ കോസ്റ്റ്യൂം പാർട്ടി നടക്കുന്നതായി കാണുന്നു. ഇതെന്താണ്? എല്ലാവരും ഗോസ്റ്റായി മാറി പാർട്ടി നടത്തുകയാണ്. പക്ഷേ ഗോസ്റ്റും ഇവിടെ തന്നെയുണ്ട്. യഷ് ഇത്രയും വേഗം ഗോസ്റ്റിനെ എങ്ങനെയാണ് കണ്ടെത്തിയത്? നിങ്ങൾക്ക് മുഴുവൻ സീനും കണ്ടിട്ട് പറയുവാൻ സാധിക്കുമോ ഗോസ്റ്റ് എവിടെയാണുള്ളതെന്ന്? മൂന്നാമത്തെ സ്ത്രീ, കാരണം അതിന്റെ കാല് തറയിൽ മുട്ടിയിട്ടില്ല, പറന്നാ നിക്കുന്നത്. രണ്ടാമത്തെ ആള് അയാള് 2 കാല് ലെഫ്റ്റിലോട്ടാ. ആ കള്ള നടുക്കുന്നതിനെ കണ്ടാലേ അറിയാം അവനാണെന്ന്. ആ കള്ള മീശ അതുപോലെ തന്നെ. ആ ബൂട്ടൊക്കെ ഇട്ടിട്ട് ടീച്ചർക്ക് രണ്ടും പറഞ്ഞില്ല. ഇപ്പൊ ഞാൻ ഒന്നാമത്തെ പറയാം. ഓക്കെ ഓക്കെ. യഷ് എല്ലാവരെയും ശ്രദ്ധിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കുന്നു യഥാർത്ഥ ഗോസ്റ്റ് ആരാണ്. കാരണം എല്ലാവരുടെയും കാലുകളിലേക്ക് നോക്കൂ. ഇയാളുടെ കാൽ തിരിഞ്ഞാണിരിക്കുന്നത്. ഗോസ്റ്റിന്റെ കാലാണ് അങ്ങനെയുള്ളത്. യഷ് തന്റെ ഗൺ എടുക്കുന്നു. എന്നിട്ട് അയാളെ പിടിക്കുന്നു. മെഹുലിന് ഒരു കോൾ വരുന്നു. ഒരു ബിൽഡറുടെ ഓഫീസിൽ നിന്ന് ലക്ഷങ്ങൾ മോഷണം പോയിരിക്കുന്നു. മെഹുൽ പെട്ടെന്ന് തന്നെ അവിടേക്ക് എത്തുന്നു. അവിടുത്തെ ഓണറോട് കാര്യങ്ങൾ ചോദിക്കുന്നു. പണം നിങ്ങൾ എവിടെയാ വച്ചിരുന്നത്? പണം ലോക്കർ റൂമിലായിരുന്നു. ആ റൂമിൽ എന്റെ മാനേജർ അല്ലാതെ ആരും പോകില്ല. മെഹുൽ മാനേജറെ വിളിക്കുന്നു. എന്നിട്ട് ചോദ്യം ചെയ്യുന്നു. മോഷണം നടക്കുമ്പോൾ നീ എവിടെയായിരുന്നു? മോഷണമോ? എനിക്ക് ഒരു മോഷണത്തെക്കുറിച്ചും അറിയില്ല. ഞാൻ എന്നത്തെയും പോലെ ക്യാബിനിലിരുന്ന് എന്റെ ജോലി ചെയ്യുകയായിരുന്നു സർ. ക്യാബിന്റെ ഉള്ളിൽ മറ്റാരെങ്കിലും വന്നിരുന്നോ? ഇല്ല സർ, ഞാൻ തനിച്ചായിരുന്നു. ഞാൻ പുറത്തു പോകുമ്പോൾ ക്യാബിൻ ലോക്ക് ചെയ്തിട്ടാ പോകാറ്. നീ തന്നെയായിരിക്കും മോഷണം നടത്തിയത്. അതിന് ലോക്കറിൽ പണമില്ലായിരുന്നല്ലോ സർ. നിങ്ങൾ കള്ളം പറയുകയാണ് ഇൻഷുറൻസിന്റെ ക്ലെയിം കിട്ടുന്നതിനായിട്ട്. മെഹുൽ രണ്ടുപേരും പറയുന്നത് കേൾക്കുന്നു. എന്നിട്ട് മോഷണം നടന്നുവെന്ന് പറയുന്ന മുറി നന്നായി പരിശോധിക്കുന്നു. അപ്പോൾ മനസ്സിലാക്കുന്നു ആരാണ് കള്ളം പറഞ്ഞതെന്ന്. എന്താ നിങ്ങൾക്ക് മനസ്സിലായ ലോജിക്കൽ ആർമി? മാനേജറാണ് കള്ളം പറഞ്ഞത്. കാരണം എന്ന് പറയുകയാണെങ്കിൽ അവൻ ഓൾറെഡി അവന്റെ വായിൽ നിന്ന് വന്നു അവിടെ പണം ഇല്ലായിരുന്നല്ലോ എന്ന്. ഉണ്ടോ ഇല്ലയോ എന്ന വഴിയില്ലല്ലോ. ഓക്കെ, അതാണ് ആൻസർ. അതന്നെ എനിക്കതന്നെ ഫീൽ ചെയ്തു. പിന്നെ അവന്റെ ആ ഒരു ഇതിനകത്ത് വല്ല ഉണ്ടോ നോക്കട്ടെ. ബ്രോ ഇതൊക്കെ ഞാൻ നോക്കി ഞാനാ നോക്കിയത്. അല്ല, ഞാൻ ഓൾറെഡി കണ്ടായിരുന്നു. അതിനകത്ത് മാനേജർ ക്യാബിനിൽ പിന്നെ എന്തിനാ ചൂട് ചായ അവിടെ കൊണ്ട് വെച്ചേക്കണേ? മാനേജർ ക്യാബിലുണ്ടായിരുന്നു. അപ്പൊ അവൻ തന്നെയാണ് പൈസ എടുത്തത്. ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ. നീ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. നീ ഉത്തരം പറഞ്ഞ വേറെയാണ്. മാനേജറാന്ന് ഞാൻ പറഞ്ഞില്ലേ? അല്ല, അതിനകത്ത് റീസൺ പറഞ്ഞിട്ടില്ലല്ലോ. നോക്കുവാ റീസൺ. മെഹുൽ മുറി നന്നായി പരിശോധിക്കുമ്പോൾ അവിടെ നിന്ന് ഒരു കപ്പ് കിട്ടുന്നു. അതിൽ ലിപ്സ്റ്റിക്കിന്റെ മാർക്ക് ഉണ്ടായിരുന്നു. ആവിയും പറക്കുന്നുണ്ട്. അതിനർത്ഥം കുറച്ചുനേരം മുൻപ് ആരോ മുറിയിലുണ്ടായിരുന്നു എന്നാണ്. മാനേജർ പറയുന്നത് കള്ളമാണ്. മാനേജറിന്റെ കള്ളം കൈയോടെ പിടിച്ചപ്പോൾ അയാൾ സത്യങ്ങളെല്ലാം പറയുന്നു. മോഷണം അയാൾ ഒരു സുഹൃത്തിന്റെ സഹായത്തോടുകൂടിയാണ് ചെയ്തത്. അതിനിപ്പോ എന്താ? രണ്ടുപേരും തെറ്റാ. 3 പേർക്കും ഇതിലില്ല, ആർക്കും ഇല്ല. മാനേജറാന്ന് ഞാനല്ലേ ഫസ്റ്റ് പറഞ്ഞത്. അതല്ല റീസൺ പറയണ്ടേ? മറ്റേ കുട്ടിയാണ് ചെയ്തത്. അല്ല, രണ്ടുപേരും ഒരുമിച്ച് സോ ഗൈസ്, രണ്ടുപേർക്കും പോയിട്ടില്ല. മെഹുൽ തന്റെ കാറിൽ ഓഫീസിലേക്ക് പോവുകയായിരുന്നു. ഇടയ്ക്ക് ട്രാഫിക്കിൽ പെട്ടുപോകുന്നു. ഈയിടെയായി എന്താണ് ഇത്ര ട്രാഫിക്? അപ്പോൾ മെഹുലിന്റെ മുന്നിൽ കൂടി ഒരു മങ്കി വരുന്നു. അത് കാറിന്റെ മുകളിൽ കൂടി ജമ്പ് ചെയ്ത് റോഡിൽ കൂടി നടക്കുന്ന ഒരാളുടെ കയ്യിൽ നിന്നും ബാഗ് തട്ടിയെടുത്ത് ഓടിപ്പോകുന്നു. മെഹുൽ പെട്ടെന്ന് പുറത്തിറങ്ങി മങ്കിയുടെ പിന്നാലെ പോകുന്നു. ഈ മങ്കി ആരോ മോഷ്ടിക്കുവാൻ പഠിപ്പിച്ചിട്ടുണ്ട്. മുന്നോട്ട് പോകുമ്പോൾ മെഹുൽ 3 പേരെ കാണുന്നു. ഈ 3 പേരുടെയും അടുത്ത് വെച്ചാണ് മങ്കിയെ കാണാതായത്. ഉറപ്പായും ഇവരിൽ ഒരാൾ മങ്കിയുടെ ഉടമസ്ഥനാണ്. പക്ഷെ ആരാണ് അയാൾ? ബ്ലാക്ക് ടീഷർട്ടുള്ള അവൻ സെയിം മറ്റാ ഇത് സ്കാർഫ്. അതെ. മെഹുൽ ചിന്തിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കുന്നു മങ്കിയുടെ കഴുത്തിൽ ഒരു ടവൽ ഉണ്ടായിരുന്നു എന്ന കാര്യം. അത്തരത്തിലൊരു ടവൽ നടുക്ക് നിൽക്കുന്ന ആളുടെ കഴുത്തിലുമുണ്ട്. അപ്പോൾ ഇയാൾ തന്നെയാണ് മങ്കിയുടെ ഉടമസ്ഥൻ. മെഹുൽ പെട്ടെന്ന് തന്നെ അയാളെ പിടിക്കുന്നു. മോഷ്ടിക്കപ്പെട്ട പണം തിരിച്ചെടുക്കുന്നു. ആലിയ ഒരു കേസ് സോൾവ് ചെയ്ത് തിരികെ ഓഫീസിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ അവൾ ഒരു കടക്കാരൻ നിലവിളിക്കുന്നത് കാണുന്നു. ആലിയ അയാളുടെ അടുത്തെത്തുന്നു. എന്നിട്ട് അയാളോട് ചോദിക്കുന്നു, എന്തുപറ്റി? നിങ്ങൾ എന്തിനാ ഇങ്ങനെ നിലവിളിക്കുന്നത്? ആ കള്ളൻ എന്റെ ഷോപ്പിൽ നിന്നും പണം മോഷ്ടിച്ചു കൊണ്ടുപോയി. ആരെങ്കിലും ചെന്ന് അയാളെ ഒന്ന് പിടിക്ക്. ആലിയ പെട്ടെന്ന് തന്നെ കള്ളന്റെ പിന്നാലെ പോകുന്നു. പക്ഷേ കള്ളൻ ഒരു തുണിക്കടയിലേക്ക് ഓടിക്കയറുന്നു. ആലിയയും പിന്നാലെ എത്തുന്നു. അവിടെ 4 സ്ത്രീകൾ ഉണ്ടായിരുന്നു. അവരുടെ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ടുണ്ടാകണം. നിങ്ങൾക്ക് 4 പേരെയും കണ്ടിട്ട് പറയുവാൻ. ആലിയയ്ക്ക് ഓർമ്മ വരുന്നു. അവൾ കള്ളന്റെ പിന്നാലെ ഓടിയപ്പോൾ കള്ളൻ ചുവന്ന നിറത്തിലെ ഷൂ ആണ് ധരിച്ചിരുന്നതെന്ന്. ഇവർ 4 പേരിൽ ഇവരുടെ ഷൂ ആണ് ചുവന്ന നിറത്തിലുള്ളത്. ആലിയ പെട്ടെന്ന് തന്നെ ആ കള്ളിയെ പിടികൂടുന്നു. എന്നിട്ട് ആ കടക്കാരന് അവന്റെ പണവും തിരികെ നൽകുന്നു. വരൂ, നമുക്ക് അടുത്ത റീഡിലേക്ക് പോകാം. ആദി ഒരു ദിവസം കുട്ടികൾക്ക് എത്തിക്കൽ ഹാക്കിങ്ങിനെ കുറിച്ച് ക്ലാസ് എടുക്കുവാനായി സ്കൂളിലേക്ക് പോകുന്നു. ആദി നേരെ കമ്പ്യൂട്ടർ ക്ലാസ്സിലേക്കാണ് ചെല്ലുന്നത്. അവിടെ 3 സ്റ്റുഡൻസ് കീബോർഡിൽ കോഡ് ടൈപ്പ് ചെയ്ത് വൈറസ് നിർമ്മിക്കുകയാണ്. ആഹാ, കൊള്ളാലോ, ഈ കുട്ടികൾ ഷാർപ്പ് മൈൻഡഡ് ആണല്ലോ. പക്ഷേ അപ്പോൾ ആദിക്ക് ചില പ്രശ്നങ്ങൾ തോന്നുന്നു. നിങ്ങൾക്ക് ഈ കമ്പ്യൂട്ടർ ക്ലാസ് കണ്ടിട്ട് പറയുവാൻ സാധിക്കുമോ ആദിക്ക് എന്ത് കുഴപ്പമാണ് തോന്നിയതെന്ന്? ചിന്തിക്കൂ ലോജിക്കൽ ആർമി. ഏതോ കുട്ടി അനാവശ്യമായ കാര്യമാണ് ചെയ്യുന്നത്. സെക്കൻഡ് നടുവിത്ത് കോഡിംഗ് അല്ല, വേറെ എന്തോ ആണ് ചെയ്യുന്നത്.
ലെഫ്റ്റിലത്തെ ഫസ്റ്റ് കമ്പ്യൂട്ടർ ഉണ്ടല്ലോ, ആ കമ്പ്യൂട്ടറിന്റെ മാത്രം കീബോർഡിന്റെ വയർ പോയേക്കുന്നത് വേറെ എങ്ങോട്ടോ ആണ്. അപ്പൊ അതാണ് പുള്ളിക്ക് ഡൗട്ട് വന്നതെന്ന് എനിക്ക് തോന്നുന്നു. ആദ്യം നോക്കുമ്പോൾ 3 കുട്ടികളും കീബോർഡിൽ ടൈപ്പ് ചെയ്യുകയാണ്. പക്ഷേ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ മനസ്സിലാകും ഒരു കുട്ടിയുടെ കീബോർഡിന്റെ വയർ കട്ടാണ്. പിന്നെ എങ്ങനെയാണ് അവൻ ടൈപ്പ് ചെയ്യുന്നത്? അപ്പോൾ ഇതൊരു ഫേക്ക് സ്ക്രീനാണ്. ഇപ്പോൾ തന്നെ അവൻ ഹാക്കിംഗ് ചെയ്തു തുടങ്ങിയിരിക്കുന്നു. സയന്റിസ്റ്റ് ഭൂൽഭുലയ ഒരു ദിവസം തന്റെ ലാബിൽ നിന്ന് മാർക്കറ്റിലേക്ക് പോവുകയായിരുന്നു. പക്ഷേ ഒരു പാർക്ക് കണ്ടപ്പോൾ അവിടെ ഇരിക്കുവാൻ തോന്നി. ഭൂൽഭുലയ പാർക്കിലെത്തിയപ്പോൾ ഒരു ജ്യൂസിന്റെ കുപ്പി അദ്ദേഹത്തിന്റെ തലയിൽ വന്നിരിക്കുന്നു. സയന്റിസ്റ്റ് ദേഷ്യത്തോടെ പാർക്കിലേക്ക് കയറുന്നു. അവിടെ 4 പേർ നിൽപ്പുണ്ടായിരുന്നു. പ്രിയ പറയുന്നു, എനിക്കറിയില്ല, ഞാൻ പെയിന്റിംഗ് ചെയ്യുകയായിരുന്നു. അമൻ പറയുന്നു, ഞാനും കണ്ടില്ല അറിയുന്നത്, ഞാൻ എന്റെ സ്കൂളിലെ വർക്ക് ചെയ്യുകയായിരുന്നു. സഞ്ജയ് പറയുന്നു, ഞാൻ ഡോഗിനെ കളിപ്പിക്കാൻ വന്നതാ, എനിക്കൊന്നും അറിയില്ല. അജയ് പറയുന്നു, ഞാൻ മ്യൂസിക് കേൾക്കുകയായിരുന്നു, ഞാനൊന്നും തന്നെ കണ്ടിട്ടില്ല. ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുമോ ഈ 4 പേരിൽ ആരാണ് ഇത് ചെയ്തതെന്ന്? രണ്ടാമത്തെ ജ്യൂസ് തുടങ്ങാൻ വേണ്ടി. തേർഡ് വൺ അവനെ എറിഞ്ഞു എന്ന് അവൻ പറഞ്ഞിട്ടില്ലല്ലോ. അവൻ അതിനകത്ത് പറയുന്നുണ്ട് എറിയുന്നത് ഞാൻ കണ്ടില്ല എന്ന് എടുത്തു പറയുന്നുണ്ട്. ഞാൻ ആ റെഡ് ഫസ്റ്റ് കാരണം മറ്റേ ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ട്. അതിന് അതുകൊണ്ട് ജ്യൂസ് കുടിക്കാല്ലേ പറയുന്നൊന്നും കേട്ടിട്ടില്ല. അവൻ അതിനനുസരിച്ചുള്ള റിപ്ലൈ കൊടുക്കും. സയന്റിസ്റ്റ് 4 പേരെയും നന്നായി ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലാക്കുന്നു ആരാണ് ജ്യൂസിന്റെ ക്യാൻ എറിഞ്ഞത്. പ്രിയയുടെ കയ്യിൽ ഓറഞ്ച് കളറുണ്ട്. പക്ഷേ അവൾ ഓറഞ്ച് കളറിലെ പെയിന്റിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഓറഞ്ച് കളർ പെയിന്റ് ആയിരിക്കണം. പക്ഷേ സഞ്ജയുടെ ഡ്രസ്സിലും ഡോഗിന്റെ ദേഹത്തും ഓറഞ്ച് കളറുണ്ട്. ആ കളർ ജ്യൂസിന്റെ കളർ പോലെയാണ്. അതായത് ഇയാളാണ് ക്യാൻ എറിഞ്ഞത്. ഭൂൽഭുലയ സഞ്ജയെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. നമ്മൾ എന്തൊക്കെ ചിന്തിച്ചു കൂട്ടി, എന്തൊക്കെ കാര്യമുണ്ട്. ബ്രോയുടെ ബുദ്ധി മതിയായിരുന്നു നമുക്ക്. നമുക്ക് കറക്റ്റ് ആക്കായിരുന്നു. കുറച്ച് ബുദ്ധി കൊള്ളാൻ നല്ലത്. ഗൈസ് ഡിറ്റക്റ്റീവ് നകുല് കഴിഞ്ഞ് ഇനി ഡിറ്റക്റ്റീവ് ജെറ്റ്. ബ്രോ ഭയങ്കര ഐക്യു ആണല്ലോ ബ്രോ. ഇതെങ്ങനെ ബ്രോ ഐക്യു ഗെയിംസ് എല്ലാം ജയിക്കുന്നുണ്ടല്ലോ ബ്രോ. ഐക്യു അത് ബ്രോ ഐക്യുവിന്റെ ഫുൾ ഫോം എന്താ? ഇൻഡിക്കേറ്റീവ് ക്വാളിറ്റി, ഇന്റലിജൻസ് ക്വാളിറ്റി. കമന്റ് ഐക്യുവിന്റെ ഫുൾ ഫോം കമന്റ്. പോയിന്റ് സിസ്റ്റം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഡ്വിൻ BCB 2 പോയിന്റ്, KMC കമ്പനി 3 പോയിന്റ്, ജക്ടർ മൈമി 6 പോയിന്റ്. തലവേദനയായിട്ടും തല പുകച്ചാലോചിച്ച് അതെന്താ നമുക്ക് ഇങ്ങനത്തെ സില്ലി കാര്യങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് ചിന്തിച്ച് ചിന്തിച്ചോണ്ടാണ് നമുക്ക് വേറെ ബ്രോ. അതെന്താ ബ്രോക്ക് ചിന്തിക്കാനുള്ള ബുദ്ധിയില്ല, അതാണ്ടാ. ശരിയാണ്. ചെറുതായിട്ട് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ഗൈസ്, ലവ് യു ഓൾ.